ഹലോ കൂട്ടുകാരെ, ഈ ചെടി പിടിക്കുന്നില്ലേ? നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി. യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമാറോ കട്ടിങ് നല്ല പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാവേ. വീഡിയോ ലാസ്റ്റ് ഇത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നതിന്. നട്ടാൽ ചിലർക്ക് പിടിക്കാൻ വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചിട്ട് നടാം. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നല്ല മണമുള്ള നല്ല സുഗന്ധം വീശുന്ന യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ ചെടി കണ്ടോ? കാണാൻ ഭംഗിയല്ലേ? നിറയെ പൂക്കളുണ്ടായാലേ കാണത്തില്ലാത്ത പോലെ. നല്ല വെയിൽ വേണം. ചെറിയ കമ്പ് വരും പിടിക്കും. 2 ചെറിയ കമ്പ് എടുത്ത് വെള്ളത്തിൽ ഇടുക. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. ഇച്ചിരി പ്ലാസ്റ്റിക് കൂടിൻ്റെ ഒരു ചെറിയ കഷ്ണവും വേണം. കണ്ടോ? നിറയെ പൂ കണ്ടോ? കുറേ ദിവസം വെള്ളത്തിൽ ഇട്ടാൽ മതി. അപ്പോൾ നല്ലപോലെ വേര് വരുവേ. അത് ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നട്ടുക മതി. കണ്ടോ? നല്ല രസമല്ലേ കാണാൻ? ചെറിയ കമ്പ് എടുത്താൽ മതിയേ. ചെറിയ കമ്പെടുത്തിട്ട് ഇലകളെല്ലാം കളഞ്ഞിട്ട് കണ്ടോ? ഇതുപോലെ ഇലകളെല്ലാം കളയുക. എന്നിട്ട് വെള്ളത്തിൽ കുത്തി വെക്കുക. വെള്ളത്തിൽ ഒരു പ്ലാസ്റ്റിക് ഇലയിട്ട് കണ്ടോ? ഇങ്ങനെ കുത്തി വെച്ചാൽ മതിയേ. അടിപാത്രത്തിൽ കമ്പ് മുട്ടരുത് കേട്ടോ. അടിഭാഗം കുറച്ച് ദിവസം കഴിയുമ്പം വേരിറങ്ങും. ഇടയ്ക്ക് കൂടെ എപ്പോഴും ഞാനെന്നും നോക്കും വേരിറങ്ങി വന്നു. കണ്ടോ? വേരിറങ്ങി വരുന്നുണ്ടോ? ഇനി വേര് പിടിച്ചിട്ട് നട്ടാൽ മതി. കണ്ടോ? വേര് ഇറങ്ങി കണ്ടൊക്കെ. ഇനി ചെറിയ കമ്പ് വേണേ. ഇളം കമ്പ് ഏറ്റവും വേര് പിടിക്കാൻ നല്ലത്. എന്നിട്ട് നമുക്ക് നട്ടു വെക്കാം. ഇപ്പം ചെറിയ പാത്രത്തിൽ നടുക. അത് കഴിഞ്ഞാൽ നല്ലപോലെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പാത്രത്തിൽ നടാവേ. വലിയ പരിചരണമൊന്നും വേണ്ട. നല്ല വെയിലത്ത് നട്ടാൽ മതി. തണലത്ത് വെച്ച് വേര് പിടിപ്പിച്ചിട്ട് വെയിലുള്ളിടത്ത് നടുക. ഉണ്ടോ? ഞാൻ ചെറിയ പാത്രത്തിലാണ് നട്ടത്. ഇനി നല്ലപോലെ പിടിച്ചിട്ട് വലിയ പാത്രത്തിൽ നട്ടാൽ മതി. മണലിൽ നട്ടുപിടിപ്പിക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ.